പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. ആമേൻ. അബ്രഹാം ഫറവോന്റെ മുമ്പാകെ പറഞ്ഞ കള്ളത്തരമാണ്. മനസ്സിലായോ? ഭയം ഉള്ളിൽ കയറിയപ്പോൾ അബ്രഹാം തൻ്റെ ഭാര്യയെ സഹോദരി എന്ന് ഫറവോനോട് സംസാരിച്ചു. പലപ്പോഴും ഇതിൽ കൂടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഭയം മനുഷ്യന് ഒരു കെണിയാണ്. ആമേൻ. ഭയം എന്നത് പിശാചിൽ നിന്ന് വരുന്നതാണ്. ആമേൻ. ഭയം പിശാചാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊണ്ടിടുന്നത്. നിനക്ക് അത് വരും, ഇത് വരും, നിനക്ക് അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഭയം പിശാചാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊണ്ടിടുന്നത്. ദൈവം എന്താണ്? ഭീരുത്വത്തിൻ്റെ ദൈവമല്ല, ദൈവം ധൈര്യത്തിൻ്റെ ദൈവമാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെടുത്തത്തിൻ്റെ ദൈവമാണ് കർത്താവ്. ആമേൻ. അതിനാൽ ഇപ്പോൾ കർത്താവ് പറയുന്നു, ആക്സിഡൻ്റ് ഉണ്ടാക്കുമെന്ന്. നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോഴൊക്കെ ആക്സിഡൻറ്റിൻ്റെ ഭീതി ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത കുറച്ച് ആൾക്കാരെ കർത്താവ് കാണിച്ചിരുന്നു. തമ്പുരാൻ പറയുന്നു, ആ പൈശാചികമായ ഒരു ബന്ധനത്തെ ഇപ്പോൾ തന്നെ കർത്താവ് എടുത്തു മാറ്റുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആമേൻ. ഉൽപ്പത്തി 12:17-16 കർത്താവ് പറയുന്നു, ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണും. മക്കളില്ലാതെ ഭാരപ്പെടുന്ന കുറച്ചു പേരെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. തമ്പുരാൻ പറയുന്നു, അടുത്ത വർഷം നിന്റെ കരത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും. ആമേൻ. നീ ഭാരപ്പെടണ്ട, സങ്കടപ്പെടണ്ട. നീ ഏത് വിഷയത്തിന്മേലാണോ ഭാരപ്പെടുന്നത്, അതേ വിഷയത്തിന്മേൽ കർത്താവ് നിനക്കൊരു വിടുതൽ തരുമെന്ന്, നിന്റെ നിന്ദയും പരിഹാസവും മാറിപ്പോകുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവ് പറയുന്ന 2 പേര്, ഒരാളുടെ പേര് രമാദേവി, ഒരാളുടെ പേര് സമീറ ബീവി. ഇവർ കണ്ണൂർ സ്വദേശികളാണെന്നാണ് കർത്താവ് പറയുന്നത്. കണ്ണൂർ പയ്യാരം എന്നാണ് കർത്താവ് പറയുന്നത്. ഇവർക്ക് 2 പേർക്കും കുട്ടികളില്ല. വളരെ വർഷക്കാലമായി അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ചികിത്സകൾ നടക്കുന്നു, ഒരു ഫലവുമില്ല. ഇപ്പോൾ അവരോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറയുക, അതിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നാണ്. സാധ്യതകളില്ലാത്തടത്തു നിന്ന് സാധ്യതകളെ ഉണ്ടാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതായത് എന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉളവാക്കുന്ന ദൈവമാണ് എൻ്റെ കർത്താവ്. ആമേൻ. ഡോക്ടർമാർ കൈയൊഴിയും, മനുഷ്യൻ അല്ലാത്തവർ കൈയൊഴിയും, സകല ബന്ധുക്കളും നാട്ടുകാരും എല്ലാം കൈയൊഴിയും, വൈദ്യന്മാർ കൈയൊഴിയും, അലോപ്പതിക്കാരും കൈയൊഴിയും. എല്ലാ മേഖലകളിലും അവർ പരീക്ഷിച്ചിട്ടുണ്ട്. ആയുർവേദം, അലോപ്പതി എല്ലാ മേഖലകളിലും അവർ ചികിത്സിച്ചിട്ടുണ്ട്. പയ്യാരം മെഡിക്കൽ കോളേജ് എന്നൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലെ സ്ഥിരം ഒരു പേഷ്യൻ്റാണ് അവർ. പക്ഷെ എന്നാൽ ഇപ്പോൾ അവരോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് യാതൊരു സാധ്യതയും കാണുന്നില്ല, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നു, അടുത്ത വർഷം നിങ്ങളുടെ കരത്തിൽ ദൈവം ഒരാൺകുഞ്ഞിനെയും ഒരാൾക്കൊരു പെൺകുഞ്ഞിനെയും കൊടുക്കും. രമാദേവിക്ക് പെൺകുഞ്ഞിനെയും സമീറ ബീവിക്ക് ആൺകുഞ്ഞിനെയും കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കാൻ പോകുന്നു. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.